നെഗറ്റീവ് സ്പേസ് എന്താണെന്നറിയാം? നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് വർക്കിനെ ആളുകളിലേക്ക് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഏരിയയിൽ അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന സംഗതികളൊന്നും പാടില്ല. ഉദാഹരണത്തിന് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ ആവശ്യമായ നെഗറ്റീവ് സ്പേസ് ഉണ്ടെങ്കിൽ യാതൊരു എലമെൻറ്റും ഇല്ലാത്ത ചിലപ്പോൾ വൈറ്റ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സിമ്പിൾ കളറുകളായുള്ള സിമ്പിൾ സ്പേസുകളായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്ററിനെ ചിലപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് അത് കൃത്യമായിട്ട് വെക്കേണ്ട സ്ഥലത്താണ് വെച്ചിട്ടുള്ളതെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും ആ പോസ്റ്റർ. അതുപോലെ തന്നെയാണ് പല ആർട്ട് വർക്കുകളും. നമ്മൾ ചില എക്സിബിഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് വലിയ ഹാളായിരിക്കും, ജസ്റ്റ് അതിൻ്റെ ചുമരുകളിൽ കൃത്യമായ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും പല എക്സിബിഷൻസുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ 1-2 സ്കൾപ്ചേഴ്സ് മാത്രം എക്സിബിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന എക്സിബിഷൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു തരത്തിൽ കൂടുതൽ സ്പേസ് കൺസ്യൂം ചെയ്യുമെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ആർട്ട് വർക്കിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു നെഗറ്റീവ് സ്പേസ് ഭയങ്കരമായിട്ട് സഹായിക്കും. നമ്മൾ ഒരു സംഗതിയെ കാണുമ്പോൾ ആ കാഴ്ചയിൽ അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒന്നും ഉണ്ടാവരുത്. അതാണ് നെഗറ്റീവ് സ്പേസ്.